നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യ സംബന്ധിച്ച് കൂടുതൽ സംഘർഷപൂരിതമായ വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ദീർഘകാല സമാധാനത്തിന് പശ്ചിമേഷ്യയിൽ സാധ്യതകളുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്ര നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാന്റെ ഒരു പ്രസ്താവന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ജൂലൈയിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് മസൂദ് പെസസ്ക്യാൻ അദ്ദേഹം ആറ്റോമിക് എനർജി ആസ്ഥാനത്ത് ആണവ ഊർജ ശാസ്ത്രകാരന്മാരുടെയും ആണവ ഊർജ നിലയങ്ങളുടെ ചുമതലയുള്ള മാനേജർമാരുടെയും ഒക്കെ യോഗത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതായത് ഇത്രയും പെട്ടെന്ന് തന്നെ ഇറാൻ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച അത് അറ്റകുറ്റപ്പണി ചെയ്യാൻ തക്കവിധം ഉള്ള കേടുപാടുകളെ അത്തരം ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഉടനെ തന്നെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഇറാൻ ആണവ കേന്ദ്രങ്ങൾ അഥവാ ആണവായുധം നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് മസൂദ് പെഷസ്ക്യാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഇതിനെതിരെയുള്ള ഒരു പ്രസ്താവന എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പുനർനിർമ്മാണം ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും അത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് മസൂദ് പെഷസ്ക്യാന്റെ ഈ പ്രസ്താവനയോടനുബന്ധിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വിശകലനങ്ങൾ. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഇത്തരം ആക്രമണങ്ങളിൽ അത് ഫലം കണ്ടു എന്ന രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ നഥാൻ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെട്ടിരുന്നു. പിന്നീട് വിവിധ ഏജൻസികൾ, അമേരിക്കയുടെ ഉൾപ്പെടെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒക്കെ ഒരു പ്രസ്താവന, അന്തർദേശീയ ആണവ ഏജൻസി സംഘടനയുടെ തലവൻ റാഫേൽ റാഫിയുടെ ഒക്കെ പ്രസ്താവന എന്തെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായും അമേരിക്കയ്ക്ക് അത്തരം ആണവ കേന്ദ്രങ്ങൾ ഇറാൻ്റേത് തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല, മറിച്ച് ഭാഗികമായ കേടുപാടുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇറാൻ്റെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത്തരം കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാം എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ പ്രസ്താവനയും അങ്ങനെ തന്നെയാണ് വരുന്നത്. തങ്ങൾ ഇത്രയും പെട്ടെന്ന്, അതായത് തങ്ങൾക്ക് പരിഹരിക്കാവുന്ന കേടുപാടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇത്രയും പെട്ടെന്ന് തന്നെ ആണവായുധ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കും എന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുകയാണ്. ഈ ബോംബിങ്ങിൽ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഉണ്ട് എന്ന് ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റ് പറയുകയാണ്. അത് ഇതുവരെയും ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇറാൻ ഒരു പുതിയ ആണവ കേന്ദ്രം നിർമ്മിച്ച് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തി ഈ 400 ഗ്രാം യുറേനിയം സമ്പുഷ്ടീകരണ യുറേനിയം അത് അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നുപോയ അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട്. അത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2015 ഇറാനും മറ്റ് 5 വൻശക്തി രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന ആണവായുധ കരാർ അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരുന്നത് ആണവായുധ കരാറിൻ്റെ കാലാവധി ഈ ഒക്ടോബറിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അത്തരം കാര്യങ്ങൾക്ക് ഇറാൻ ബാധ്യതബദ്ധമല്ല, അതായത് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ ഇനി ഇറാൻ എടുക്കേണ്ടതില്ല എന്ന ഒരു പ്രസ്താവന ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമായി നീങ്ങുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വാർത്തയുമായി ഇവിടെ വാങ്ങേണ്ട. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.